നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നമ്പർ 1. അതായത് നിങ്ങൾ ഏത് ബ്രോക്കറിലാണ് ട്രേഡ് ചെയ്യുക, ഫിനാൻസ് ആണോ, ഏതാണ് നിങ്ങളെ ബ്രോക്കർ? സ്ക്രീൻ കാണുന്നില്ല. എല്ലാവർക്കും സ്ക്രീൻ കാണുന്നുണ്ടല്ലോ. ആർക്കും ഒരാൾക്ക് കാണാം. ആ സാധ്യ ഒന്ന് നിങ്ങൾ ലെഫ്റ്റ് അടിച്ചുകൊണ്ട് നമുക്ക് റീജോയിൻ ചെയ്യാം. അതായിരിക്കും ബാക്കി എല്ലാവർക്കും കാണുന്നുണ്ട് സ്ക്രീൻ. ഓക്കെ അല്ലേ? കാണുന്നുണ്ടല്ലോ. ഓക്കെ. അപ്പൊ ആദ്യം നമ്പർ 1 നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഓക്കെ അല്ലേ? വോയിസ് ഓക്കെ ആണല്ലോ? ഞാൻ സ്ക്രീൻ ഒന്നും കൂടി ഫോർവേഡ് ചെയ്യുന്നുണ്ട്. ആർക്കും ഒരാൾക്ക് സ്ക്രീൻ കാണുന്നില്ല എന്ന് പറഞ്ഞു. അതാണ് ഞാൻ ഒന്നുകൂടി സ്ക്രീൻ കണക്ട് ചെയ്യാന്ന് വിചാരിച്ചു. സ്ക്രീൻ ഒരാൾക്ക് കാണുന്നില്ല എന്ന് പറഞ്ഞു. ഒന്ന് കണക്ട് ചെയ്യാന്ന് വെച്ചു. ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ട് എല്ലാവർക്കും? ഓക്കെ. ഇപ്പൊ ഓക്കെ അല്ലേ? ഈ ഒരു സ്ക്രീൻ, ഈ ഒരു സാധനം, ഈ ഒരു PDF നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടല്ലോ? ഇല്ല സാറേ. ഓക്കെ. ഈ PDF കിട്ടാത്തവര് കണക്ട് ചെയ്യാം, നമുക്ക് തരാം. PDF തരാം. ഈ PDF ഇതാണ്. ഈ ഒരു PDF നമ്മൾ ഒരു ആ ബോക്സ്, അതായത് നമ്മൾ അതിലുള്ള മേജർ ആയിട്ടുള്ള ബോക്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ള. നമ്മളെ മേജർ ബോക്സ് നിങ്ങൾക്ക് അറിയാം. ഈ ഒരു ബോക്സിൽ എന്തൊക്കെ കാര്യങ്ങൾ വന്നാൽ നമുക്ക് ട്രേഡ് അറ്റംപ്റ്റ് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ട്രേഡ് എടുക്കാതിരിക്കാന്നുള്ളതിന്റെ ഒരു പ്രോപ്പർ PDF ആണ് ആ അതിൽ വരുന്ന ഒരു സിസ്റ്റം. ഓക്കെ. അത് കിട്ടാത്തവർക്ക് തരാൻ കുഴപ്പമൊന്നുമില്ല, അയച്ചു തരും. അതിൽ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെയാണെന്നുള്ളത്. ആ ബോക്സിൽ നമ്മൾ കാര്യങ്ങൾ നോക്കാന്നുള്ളത്. അപ്പൊ ഇവിടെ നമുക്കിപ്പോ നിലവിൽ ഇപ്പം ഗോൾഡിന്റെ മാർക്കറ്റ് 5 മിനിറ്റിലാണ്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, എല്ലാവർക്കും ഇപ്പൊ ഇതിൽ കുറെ ആൾക്കുള്ള മിസ്റ്റേക്കുകളും കുറെ ആൾക്കുള്ള ഡൗട്ടുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതിൽ നിങ്ങൾ ആദ്യം, അതായത് ഫസ്റ്റ് ക്ലിയർ ചെയ്യേണ്ട നമ്പർ 1 കാര്യം, എല്ലാവർക്കും ചില ആൾക്ക് എടുക്കുന്ന സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാര്യങ്ങൾ അത് കാണുന്നില്ല, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്റ്റേക്ക് വരുന്നു. ആദ്യം നിങ്ങൾ എടുക്കുന്ന പെയർ ഏത് പെയറാണ്, അത് ഏതിന്റെ പെയറാണെന്ന് കൺഫേം ചെയ്യുക. ഞാൻ പേഴ്സണലി ബിനാൻസിലാണ് ഞാൻ ബ്രോക്കർ ഉപയോഗിക്കുന്നത്. ഗോൾഡ് ഞാൻ ബിനാൻസിലാണ് ചെയ്യുന്നത്. ഞാനിതാ ബിനാൻസിന്റെ തന്നെ പെയർ ഞാൻ എടുക്കണം. അതല്ലെങ്കിൽ ബ്രോക്കറിൽ ഒരു എമൗണ്ട് കാണിക്കും, അതായത് നിങ്ങളുടെ സോഫ്റ്റ്വെയറിന്റെ ഉള്ളിൽ ബ്രോക്കറിൽ ഒരു എമൗണ്ടും ട്രേഡിംഗ് വ്യൂവിൽ വേറൊരു എമൗണ്ടും ആണ്, വേരിയേഷൻ ഉണ്ടാവും. ഓൾമോസ്റ്റ് MT5 ചെയ്യുന്ന സമയം ഈ ഒണിഡ എന്ന് പറഞ്ഞ ഒരു എക്സ്ചേഞ്ച് ഉണ്ട്, അതായത് XAUS ഗോൾഡിൽ ചെയ്യുന്ന സമയം ഈ MT5 ഉപയോഗിക്കുന്നവർക്ക് ഈ ഒരു ബ്രോക്കർ, ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് MT5 ഓക്കെ ആണ്. MT5 ഈ സാധനം ഒരേപോലെയാണ് അതിന്റെ വാല്യൂ കാണിക്കുന്നത്. അപ്പൊ ഇത് ഓക്കെ ആണ്. ഞാൻ പേഴ്സണലി ഫിനാൻസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഫിനാൻസ് എടുക്കുന്നു. അപ്പൊ ഇതില് 2 രീതിയിൽ, അതായത് ഇപ്പൊ ഇതിൽ കാണുന്ന കാൻഡിൽസ് എന്ന് പറയുന്നത് ഹൈക്കനാഷ് കാൻഡിൽസ് ആണ്. ഇതിൽ കാണുന്ന കാൻഡിൽസ് ഹൈക്കനാഷ് കാൻഡിൽസ് ആണ്. ഇത് നോർമൽ കാൻഡിൽസ് ആണ്. ഇത് രണ്ടിലും, അതായത് ഈ കാൻഡിൽസ് മാറ്റുന്നതിലുള്ളത്, ചിലപ്പോൾ ഹൈക്കനാഷ് കാൻഡിൽസ് ഇടുന്ന സമയം നമുക്ക് എൻട്രീസ് കുറയും. അതായത് അത്രയും ആക്യുറേറ്റഡ് ആയിട്ടുള്ള, അത്രയും വാല്യൂ, അതായത് അത്രയും പ്രോപ്പർ ആയ എൻട്രീസ് മാത്രമാണ് നമുക്ക് ഹൈക്കനാഷ് കാൻഡിൽസിൽ നമുക്ക് എന്താക്കാൻ പറ്റില്ലേ, വിസിബിൾ ആയി കിട്ടും. ഇതിപ്പോ കാണുന്നത് ഹൈക്കനാഷ് കാൻഡിൽസിലാണ്. നമുക്ക് ഇവിടെ സ്ട്രോങ് ബൈ വന്നിട്ട് കാണുന്നുണ്ടല്ലോ, ഒരു സ്ട്രോങ് ബൈ വന്നു. ഹൈക്കനാഷ് കാൻഡിൽസിലാണ് ഇപ്പൊ ഈ എൻട്രി വന്നിട്ടുള്ളത്. ഗോൾഡിലാണ് 5 മിനിറ്റിലാണ്. ഇവിടെ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഫസ്റ്റ്, അതായത്
നിങ്ങൾ ക്യാൻഡിൽസ്, അതായത് ആദ്യം ഒന്ന് പറഞ്ഞു, അതായത് എന്താണ്, നിങ്ങൾ പെയർ ചൂസ് ചെയ്യുമ്പോൾ ബ്രോക്കർ കറക്റ്റ്, അതായത് ഇവിടുത്തെ പ്രൈസും ഈ ഒരു പ്രൈസും നിങ്ങൾ സെയിം ആയിരിക്കണം. അത് ആദ്യം നിങ്ങൾ നമ്പർ 1 നോക്കേണ്ടതാണ്. അത് ഓക്കെ അല്ലെങ്കിൽ ബാക്കി എല്ലാ സൈഡിലും പ്രശ്നങ്ങൾ വരും. അപ്പൊ അതാണ് നമ്പർ 1. ഓക്കെ. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഈ ഹൈക്കനാഷ് ക്യാൻഡിൽ എടുക്കണോ നോർമൽ ക്യാൻഡിൽ എടുക്കണോ, രണ്ടിലും നിങ്ങൾക്ക് ചെയ്യാം. ഒന്നുകൂടി ബെറ്റർ, ഞാൻ എപ്പോഴും സജഷൻ ചെയ്ത് ഹൈക്കനാഷ് ക്യാൻഡിൽ ചൂസ് ചെയ്യാനാണ്. ഞാൻ പേഴ്സണലി ഹൈക്കനാഷ് ക്യാൻഡിലാണ് ഞാൻ ചെയ്യുന്നത്. അതായത് ഇത് നോർമൽ ക്യാൻഡിലാണ്. നോർമൽ ക്യാൻഡിൽ നമുക്ക് ആ ഒരു ക്യാൻഡിൽ വരുന്ന സമയം അതിന്റെ ഇവിടെ സ്ട്രോങ് ബൈ വന്നു, അത് മാർക്കറ്റ് ഇവിടെ എക്സിറ്റും വന്നു. അപ്പൊ ഹൈക്കനാഷ് ക്യാൻഡിൽ ആക്കുന്ന സമയം നമുക്കത് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ഓക്കെയാണ്. അതായത് സ്ട്രോങ് ബൈ വന്നു, അവിടെ തന്നെ ഹോൾഡിങ്, അതായത് 4005 വന്നു. ഇവിടെ വന്നത് എത്രയിലാണ് നമുക്ക് നോർമൽ ക്യാൻഡില് 4000. കുറച്ച് ഡിഫറൻസിലാണ് ഈ ഒരു ക്യാൻഡിൽ ഡിഫറൻസ്. അപ്പൊ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, രണ്ടിലും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഞാൻ പേഴ്സണലി ഞാൻ ഹൈക്കനാഷിലാണ് ഞാൻ ഒന്നുകൂടി ഞാൻ ചെയ്യില്ല. അതായത് ഒരു പ്രോപ്പർ വേ ആണ് ഹൈക്കനാഷിൽ കിട്ടുന്നത്. ഞാൻ ചൂസ് ചെയ്യലും ഹൈക്കനാഷ് ആണ്. എനിക്ക് രണ്ടിലും ചെയ്തതിൽ കുഴപ്പമില്ല. അപ്പൊ ഹൈക്കനാഷ്. അപ്പൊ ഇവിടെ ഒരു എൻട്രി വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഉള്ള ഡൗട്ടുകളാണ്. എൻട്രി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ നോക്കേണ്ടത്. അപ്പൊ ഇതിൽ നിങ്ങൾ നോക്കേണ്ട മേജർ കാര്യം ഈ ബോക്സിലുള്ള കാര്യങ്ങളാണ്. ഇവിടെ കുറെ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഇതൊക്കെ ആയിരിക്കും തന്നെ ക്ലാരിറ്റി തരും എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ വരും, എന്തൊക്കെയാണ്. അപ്പൊ ഇവിടെ ഒരു സ്ട്രോങ് ബൈ വന്നു. സ്ട്രോങ് ബൈ വന്ന സമയം ഇവിടെ നിങ്ങൾ ആദ്യത്തെ ബോക്സിലുള്ളത് ബുള്ളിഷാണ്. മാർക്കറ്റ് സ്റ്റാറ്റസ് എപ്പോഴും ഒന്നാവണം, അത് അലൈൻഡ് ആവല് നിർബന്ധമാണ്. അപ്പൊ ഇവിടെ മാർക്കറ്റ് സ്റ്റാറ്റസ് ബുള്ളിഷ് തന്നെയാണ് ഉള്ളത്. ഇവിടെ HTF ട്രെൻഡ് എപ്പോഴും HTF ട്രെൻഡ്, മാർക്കറ്റ് ട്രെൻഡ് എപ്പോഴും ഒന്നാവണം, അലൈൻഡ് ആവണം. ഇപ്പൊ ഇവിടെ ഉള്ളത് കോൺഫ്ലിക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ അയച്ചു തന്നിട്ടുള്ള ആ ഒരു ഷീറ്റ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് കുറെ ആൾക്ക് കിട്ടിയിട്ടില്ല, കിട്ടിയവരുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്താക്കാം, ഓപ്പൺ ആക്കി വെക്കാൻ പറ്റുന്നതാണ്. ഈ ഷീറ്റ് കാണുന്നുണ്ടോ, സ്ക്രീൻ കാണുന്നുണ്ടല്ലോ. ഇതില് അതായത് HTF ട്രെൻഡ്, മാർക്കറ്റ് സ്റ്റാറ്റസ് ബുള്ളിഷ് ആണ്, അതായത് അലൈൻഡ് ആണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ. അപ്പൊ ഇവിടെ നിങ്ങൾ റിയൽ മാർക്കറ്റിൽ ഇപ്പൊ ഒരു എൻട്രി വന്നു കഴിഞ്ഞാൽ നിർബന്ധമായി മാർക്കറ്റ് അലൈൻഡ്, എപ്പോഴും മാർക്കറ്റ് അലൈൻഡ് ആവാം എൻട്രി എടുക്കുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് 50 മിനിറ്റ്. നേരെ എന്താക്കാം, 15 മിനിറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ നോക്കാം. 15 മിനിറ്റിൽ എന്താണ്, അവിടെ സെല്ലാണുള്ളത്. 15 മിനിറ്റിൽ സെല്ലാണ്, 5 മിനിറ്റിൽ എന്താണ്, ബൈ ആണ്. അപ്പൊ എന്താണ്, മാർക്കറ്റ് അലൈൻഡ് അല്ല. അതായത് നമ്മൾ 5 മിനിറ്റിൽ ട്രേഡ് എടുക്കുന്നവർ 5 മിനിറ്റ് 50 മിനിറ്റ് നോക്കാം. 50 മിനിറ്റിൽ ട്രേഡ് എടുക്കുന്ന ഒരു വ്യക്തി എന്നാക്കാം 50 മിനിറ്റ് 1 അവർ നോക്കാം. ഇവിടെ കൊടുക്കും. അതായത് 50 മിനിറ്റ് ആണെങ്കിൽ 50 മിനിറ്റ് 1 അവർ. 1 അവറിൽ നമുക്ക് പോയി നോക്കാം. 1 അവർ നോക്കുന്ന സമയം 4 അവർ മാർക്കറ്റ് അലൈൻഡ് അല്ല. അതായത് 1 അവർ വരെ മാർക്കറ്റ് അലൈൻഡ് അല്ല. അപ്പൊ നിലവിൽ മാർക്കറ്റ് എന്തല്ല, അലൈൻഡ് അല്ല. ഓക്കെ. അടുത്തതാണ് MM സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അതായത് എന്താണ്, ഇവിടെ ന്യൂട്രലാണുള്ളത്. MM സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ന്യൂട്രലാണ്, കുഴപ്പമില്ല, മാർക്കറ്റ് നോർമലാണ്. അടുത്തതാണ് STA ആക്ഷൻ. അതായത് മാർക്കറ്റിൽ ഏത് ട്രേഡേഴ്സ് ആണ്, അതായത് ഏത് ഫ്ലോ ആണ് മാർക്കറ്റിലുള്ളത്. റീറ്റെയിൽ ട്രേഡേഴ്സ് ആണോ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് ആണോ, അത് കോർപ്പറേറ്റുകളാണ്, ആരാണ് ഉള്ളത് എന്നുള്ളത്. മാർക്കറ്റിൽ ആരാണ് ഇപ്പൊ നിലവിൽ മാർക്കറ്റിലുള്ള ഒരു കണ്ടീഷൻ. അപ്പൊ നിലവിൽ മാർക്കറ്റിൽ റീറ്റെയിൽ ട്രേഡേഴ്സ് ആണ്, റീറ്റെയിൽ ഫ്ലോ ആണ് നിലവിൽ എന്നുള്ളത് മാർക്കറ്റിൽ ഇവിടെ ഉള്ളത്. അടുത്ത വരുന്നതാണ് വോളിയം പ്രഷർ. വോളിയം പ്രഷർ നോർമൽ ആണ്, കുഴപ്പമൊന്നുമില്ല. വോളിയം പ്രഷറും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, അത് പ്രശ്നമില്ല. അത് പിന്നെയാണ് വെയിലാക്ട് നിലവിൽ സ്റ്റേബിൾ ആണ്. അവിടെ പലതും വരാം, റൈസിങ് വരാം, കാര്യങ്ങളൊക്കെ മാറിയിട്ട് വരാം, അത് ഓക്കെയാണ്. പിന്നെ നിങ്ങൾക്കുള്ളതാണ് റിസ്ക് സ്കോർ. അതായത് ഒരു ട്രേഡിൽ എത്ര റിസ്ക് സ്കോർ നിങ്ങൾ എടുക്കണം, അതിൻ്റെതാണ് റിസ്ക് സ്കോർ എന്ന് പറയുന്നത്. അതായത് അവിടെ ഇപ്പൊ ഉള്ളത് 10/0 ആണ്. 0 എന്ന് പറഞ്ഞാൽ റിസ്ക് സ്കോർ ഇല്ല, അതായത് കുറവന്നെയാണ്. അതായത് നമുക്കൊരു 10/3 വരെയാണ് അവിടെ റിസ്ക് സ്കോർ നമുക്ക് എന്താക്കാൻ പറ്റില്ല, കീപ്പ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല റിസ്ക് സ്കോർ എന്ന് പറയുന്നത് 10/3 വരെയാണ്. ബാക്കി അതിന്റെ മേലിലേക്ക് റിസ്ക് ആണ്. സേഫ്റ്റി ഗാർഡ് സെക്യൂർ ആണ്. അതായത് ഇപ്പോൾ സേഫ്റ്റി ഗാർഡ് നമ്മൾ നോക്കണം, മാർക്കറ്റിന്റെ കണ്ടീഷൻ എന്താണ് സെക്യൂർ. സെറ്റ് സ്കോർ, അതായത് മാർക്കറ്റ് ഇപ്പം ഇവിടെ കണ്ടോ, ഇപ്പൊ ഇവിടെ എന്താണ്, സെറ്റ് സ്കോർ മൈനസിലാണ് ഉള്ളത്. മാർക്കറ്റ് ബുള്ളിഷിലേക്ക് പോകുന്നു, സെറ്റ് സ്കോർ മൈനസ് ആണ്. ബുള്ളിഷിലേക്ക് പോകുന്ന സമയം ഇവിടെ ഇത് പ്ലസിലേക്ക് പോകണം, മൈനസിലേക്ക് വന്നുകൂടാ. പിന്നെ അതേപോലെ സ്റ്റേബിൾ ലോൺ ഫാളിങ് സേഫ് ആണ്, കുഴപ്പമില്ല. പ്രൈസിങ് റിസ്ക് ആയി, അത് 1 മിനിറ്റിലാണ് കാണാൻ വേണ്ടി ഇട്ടതാണ് അവിടെ വരുന്ന മാറ്റങ്ങൾ 1 മിനിറ്റിൽ. ഇപ്പൊ ട്രാപ്പ് ചെക്ക് വാലിഡ് ആണ്. ഇവിടെ ബുൾ ട്രാപ്പ് വരാം, ബിയർ ട്രാപ്പ് വരാം, കാര്യങ്ങളൊക്കെ വരാം. ഇത്രയും കാര്യങ്ങൾ
ഇതിലുണ്ട്. അപ്പം നിങ്ങൾ ഇത് ഈസി ആയിട്ട് ഞാൻ പറഞ്ഞുതരാം, ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അടിക്കാൻ പറ്റും. ഈസി ആയിട്ട് ഇത് 100 ആയി കണക്കൂട്ടാം. ഈ ബോക്സ് ഒരു 100 ആണ്. അപ്പോൾ ഞാൻ അതിന്റെ ചെറിയൊരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന്റെ ഒരു PDF നിങ്ങൾക്ക് കിട്ടാത്തതിന്റെ പ്രശ്നമാണ്, ഞാൻ അയച്ചുതരാം. അപ്പൊ ഇതിൽ ഈ PDF കാര്യങ്ങൾ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെയാണ് അതായത് അതിന്റെ ഇമ്പോർട്ടന്റ്. അപ്പൊ അവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള മാർക്കറ്റ് സ്റ്റാറ്റസ്, ട്രെൻഡ്, വോളിയം പ്രൈസ്, അതിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് എത്രയാണെന്നുള്ളതിന്റെ ഒരു വേരിയേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം നിലവിലൊരു ബുൾ എൻട്രി വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ബുള്ളിഷ് ആണെങ്കിൽ അത് എത്ര 20 പോയിന്റ് ആണ് അതിന് കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. 20 പോയിന്റ്സ് വാല്യൂ അതിന് കാൽക്കുലേഷൻ ചെയ്യണം. ട്രെൻഡ് അലൈൻഡ് ആണെങ്കിൽ അതിന് 15 പോയിന്റ് ആണ്. അതേപോലെ സ്റ്റാറ്റസ് അക്യുമുലേഷൻ ആവണം, അതായത് ബുള്ളിഷിലേക്ക് ആണെങ്കിൽ അക്യുമുലേഷൻ ആവണം, അതിന് 15 പോയിന്റ് ആണ്. വോളിയം പ്രഷർ 53%, 5 പോയിന്റ് മാത്രമാണ്. അങ്ങനെ ടോട്ടൽ നമുക്കൊരു 85% അതിൽ കൺഫർമേഷൻ നമുക്ക് വാലിഡ് കിട്ടിക്കാൻ അവിടെ എൻട്രി എടുക്കാം. അതേപോലെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എൻട്രി എടുത്തുകൂടാ എന്നുള്ളത് ഇവിടെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. HDF ട്രെൻഡ് അലൈൻഡ് അല്ലെങ്കിൽ എൻട്രി എടുത്തുകൂടാ, ട്രാപ്പ് ചെക്ക് ഇൻവാലിഡ് ആണെങ്കിൽ എൻട്രി എടുത്തുകൂടാ, സേഫ്റ്റി ഗാർഡ് സെക്യൂർഡ് അല്ലെങ്കിൽ എൻട്രി എടുത്തുകൂടാ, റിസ്ക് സ്കോർ 4 ആണെങ്കിൽ റിസ്ക് ആണ്, മാർക്കറ്റ് സ്റ്റാറ്റസ്, ഇതൊക്കെ റിസ്കിൽ വരുന്ന കാര്യങ്ങളാണ്. റിസ്ക് എടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യണ്ട. ഇതില് ബുള്ളിഷും ബിയറിഷും ആണെങ്കിൽ എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് പ്രോപ്പർ മെത്തേഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് എന്താക്കാം, അവിടെ ട്രേഡ് എടുക്കാം. പിന്നെ അതിലുള്ള മേജർ ആയിട്ടുള്ള അടുത്ത ഒരു കാര്യമാണ്, നിങ്ങൾ ട്രേഡ് എടുക്കുന്ന സമയം മാർക്കറ്റിൽ നിങ്ങൾ എന്നാക്കണം, അതായത് അഗ്രസീവായിട്ട് കാര്യങ്ങൾ എന്നാക്കേണ്ട ആവശ്യമില്ല, ഇതിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഇപ്പൊ ഒരു എൻട്രി SL കാര്യങ്ങൾ, ഇതിലുള്ള അടുത്ത കുറെ കാര്യങ്ങളുണ്ട്. ഇതിൽ കുറെ കാര്യങ്ങൾ, കുറെ ചിഹ്നങ്ങൾ, കുറെ എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഇതിൽ നിങ്ങൾ എല്ലാവരും കണ്ടൊരു സാധനമാണ് STA എൻഡർ എന്ന് പറയുന്നത്. അപ്പം ചിലയിടത്ത് STA എൻഡർ കാണാം, ചിലയിടത്ത് STA എക്സിറ്റ് കാണാം. നിങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു സാധനമാണ് STA എൻഡറും STA എക്സിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് STA എൻഡർ, എന്താണ് STA എക്സിറ്റ് എന്നുള്ളത് ഞാൻ ഒന്നാക്കി തരാം, വ്യക്തമായി പറഞ്ഞു തരാം. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ STA എൻട്രി വരുന്നിടത്ത് STA എക്സിറ്റ് ഉണ്ടാവും. അതായത് നമ്മളിത് വീണ്ടും നമ്മളൊരു കൺഫർമേഷൻ ആണ്, ഞങ്ങൾ തരുന്ന ഒരു കൺഫർമേഷൻ ആണ് അവിടുന്ന് എൻട്രി ആയിക്കോ എന്നുള്ളത്. ആ ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് എൻട്രി ആവാം. അതായത് ധൈര്യമായി ഈ ഒരു STA എൻട്രി വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എൻട്രി ആവാം. എവിടെ നിന്ന് എക്സിറ്റ് ആവുന്നു പറയുന്നു, അവിടെ നിന്ന് പ്രോപ്പർലി നിങ്ങൾ എക്സിറ്റ് ആവണം. നിർബന്ധമായി അവിടെ നിന്ന് അങ്ങോട്ട് ഹോൾഡ് ചെയ്യാന്നുള്ളത് വേണ്ട. അതായത് ആ ഒരു ഏരിയയിൽ നിന്ന് അങ്ങോട്ടേക്ക് എന്താവാം, എക്സിറ്റ് നിർബന്ധമായി ആവാം. ഇതാണ് STA എൻട്രി വന്നാൽ അത് അത്രയും കൺഫർമേഷൻ ഉള്ള എൻട്രിക്ക് മാത്രമാണ് STA എൻട്രും STA എക്സിറ്റും മാർക്കറ്റിൽ എന്നാലും ഇതിൽ കാണല്. ഇപ്പൊ ചില ഏരിയയിലൊക്കെ 2-3 പ്രാവശ്യം STA എൻട്രി എന്ന് പറഞ്ഞു വരും. അതായത് ഒരു എൻട്രി കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത എൻട്രി അവിടെ എടുക്കാൻ വീണ്ടും മാർക്കറ്റ് മേലിലേക്ക് തന്നെ പോകുന്ന ഒരു കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് അടുത്തൊരു എൻട്രി പോയിന്റ് കൂടി അവിടെ എന്നാലും തരും, സിസ്റ്റം തരും. അതേപോലെ ഇതിലുള്ള അടുത്തൊരു ചിഹ്നമാണ് ഈ റോക്കറ്റ് എന്നുള്ളത്. എന്താണ് റോക്കറ്റ്? അതായത് മാർക്കറ്റിൽ ഇൻസ്റ്റിറ്റ്യൂട്ടൽ ബയ്യേഴ്സ് അതേപോലെ തന്നെ പവർഫുൾ വലിയ വലിയ ടീമുകൾ എൻട്രി ആകുന്ന സമയം, ഒരു ഹ്യൂജ് ടീമും മാർക്കറ്റ് എൻട്രി ആകുന്ന സമയമാണ് ഈ റോക്കറ്റ് എന്ന് പറയുന്ന ചിഹ്നം മാർക്കറ്റിൽ എന്താണത് വരുന്നത്. അതേപോലെയാണ് ആ ടീം എക്സിറ്റ് ആകുമ്പോഴാണ് മാർക്കറ്റിൽ എന്താണത് ക്രാഷ് എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ കാണുന്ന ചിഹ്നം. അപ്പൊ നിങ്ങൾ ഇത്രയാണ് റോക്കറ്റും ക്രാഷും അതിൽ കാണുന്നുണ്ടെങ്കിൽ, ഒരു എൻട്രി എടുക്കുന്ന സമയം അതിൽ റോക്കറ്റും ക്രാഷും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് അവിടെ ഒരു വലിയ ഹ്യൂജ് ഓഫ് ടീം എൻട്രി ആയി അല്ലാതെ എക്സിറ്റ് ആയി. അതേപോലെ അടുത്തുള്ള നിങ്ങൾക്കുള്ള ഒരു ഡൗട്ടാണ് എക്സോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം എക്സോസ്റ്റ് ഇതേപോലെ താഴേക്കുണ്ട്, ഇതേപോലെ ഇവിടുന്ന് മേലിലേക്കുണ്ട്, 2 രീതിയിൽ എക്സോസ്റ്റ് വരുന്നുണ്ട്. എന്താണ് എക്സോസ്റ്റ്? അതായത് ഇപ്പൊ ഈ ഒരു ഏരിയ തന്നെ ഞാൻ എക്സാമ്പിൾ ചെയ്ത് കാണിച്ചത്. അപ്പൊ മാർക്കറ്റ് ഇവിടെ നിന്നൊരു എൻട്രി വന്നു, ആദ്യം ഇവിടെ ഒരു സ്ട്രോങ് ബൈ കൺഫേം കൊടുത്തിട്ട് എൻട്രി വന്നു, വീണ്ടും STA എൻട്രി വന്നു. ഇങ്ങനെ മാർക്കറ്റ് ഇവിടെ ഇങ്ങനെ കയറി പോകുന്ന ഇങ്ങനെ എക്സോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ആക്ഷൻ നടന്നിട്ടുണ്ട്, ഒരു ഹ്യൂജ് ആക്ഷൻ. അത് ബൈ ആവാം, അവിടുന്ന് വീണ്ടും ഒരു ടീം എൻട്രി ആയതാവാം, അതല്ലെങ്കിൽ ഒരു ടീം അവിടെ നിന്നാക്കി താഴേക്ക്, അതായത് അവിടുന്ന് ഒരു സെൽ ആക്ഷൻ, അതായത് മാർക്കറ്റിൽ നിന്ന് റിമൂവ് ആകുന്ന ഒരു ആക്ഷൻ, അതായത് അവിടുന്ന് കിറ്റടിച്ചു. മാർക്കറ്റിൽ എല്ലാവരും ഓരോ ഏരിയയിലും ആൾക്കാർ SL പോയിന്റ് ഇട്ട് വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസോ അല്ലെങ്കിൽ TPയും ടാർഗറ്റ് ഒക്കെ ഇട്ട് വെച്ച ഏരിയകളായിരിക്കും. ആ ഏരിയയിൽ നിന്ന് ഓട്ടോമാറ്റിക് ആയിട്ട്, അതായത് ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു ഹ്യൂജ് ഓഫ് ടീം പ്രോഫിറ്റ് എടുത്തുകൊണ്ട് മാർക്കറ്റിൽ എക്സിറ്റ് ആയി. അപ്പൊ ഞങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണ്, അവിടുത്തെ ഒരു പ്രൊസീജിയർ നടന്നിട്ടുണ്ട്, അത് എന്തോ ആവും. അപ്പൊ ഇവിടെ ഇങ്ങനെ എക്സോസ്റ്റ് വന്നു കഴിഞ്ഞ് ഇവിടെ ആദ്യം തന്നെ എന്തായി STA എക്സിറ്റ് വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, മാർക്കറ്റിൽ നിന്ന് ആ ടീം എക്സിറ്റ് ആയി. അപ്പൊ മാർക്കറ്റ് ഒന്ന് ഡൗൺ ട്രെൻഡിലേക്ക് വരും. അതായത് ഇവിടുന്ന് എക്സോസ്റ്റ് വരാൻ തുടങ്ങി, സൂചന തന്നു, ഇവിടുന്ന് എക്സിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിക്കോളാം. അവിടെ നിന്ന് മാർക്കറ്റിൽ നിന്ന് ആൾക്കാരെന്നായി
എക്സിറ്റ് ആയി എന്ന് കൂട്ടാം. അതാണ് എക്സോസ്റ്റിന്റെ ഒരു ടീം അവിടെ എൻട്രി ആയിട്ടുണ്ട്. ബൈ ആവാം, ബുള്ളാവാം. ഇവിടെ വന്ന ടീം എന്താണ്? അവിടുന്ന് ബിയറിഷ് ആണ് മാർക്കറ്റ്. അവിടുന്ന് താഴേക്ക് ഇറങ്ങി, അവിടുന്ന് അടുത്ത് ഇറങ്ങി ക്രാഷ് പറഞ്ഞു. ഇവിടുന്ന് വീണ്ടും എക്സോസ്റ്റ് വന്നു, അവിടുന്ന് വീണ്ടും താഴേക്ക് പോയി. അതൊരു ഹ്യൂജ് ഇങ്ങനെ താഴേക്ക് വീണ്ടും എക്സോസ്റ്റ്. ഇവിടെ നിന്നാണ് എക്സിറ്റ് ആയത്. അതുകൊണ്ട് ഹൈ വോളി ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു വോളിയൊക്കെ എന്ന് പറഞ്ഞിട്ട് ന്യൂസ് ടൈമിൽ വരുന്ന റൈഡാണ്. ഇവിടുന്ന് എക്സിറ്റ് വന്നു, അവിടുന്ന് മാർക്കറ്റ് വീണ്ടും വന്നു, അവിടുന്ന് വീണ്ടും എക്സോസ്റ്റ് വന്നു. അടുത്തൊരു ടീം ഇവിടുന്ന് എക്സിറ്റ് വന്നു കേട്ടോ. ഇവിടുന്ന് എക്സിറ്റ് വന്നു, വീണ്ടും എക്സോസ്റ്റ് വന്നു. ഒരു ടീം എൻട്രി ആണ്. ഇത് ചിഹ്നം നോക്കിയാൽ മതി എക്സോസ്റ്റിന്റെ. ഇത് വീണ്ടും എക്സോസ്റ്റ് വന്നു, വീണ്ടും മാർക്കറ്റ് എന്നായി ഒരു ടീം എൻട്രി. ഇവിടുന്ന് ഒരു എൻട്രി തന്നു. ആദ്യം ഇവിടുന്ന് ഒരു എൻട്രി കിട്ടി. ഇത് എൻട്രി ഇത് മിസ്സായവർക്ക് എന്നായി അടുത്തൊരു എൻട്രി കൊടുത്തു, ഇവിടുന്ന് എക്സിറ്റ് കൊടുത്തു. അപ്പം ഇതാണ് ഇതിന്റെ ഒരു ഉള്ളടക്കം മൊത്തം. അപ്പൊ ഇത് നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഇതൊരു സ്കാൽപ്പിംഗ് മെത്തേഡാണ്. മാർക്കറ്റിൽ എൻട്രി എടുക്കുന്ന സമയവും എക്സിറ്റ് ആകുന്ന സമയവും നിർബന്ധമായും നിങ്ങൾ എന്താവണം, എല്ലാവരും മാർക്കറ്റിൽ ഒരു 5 മിനിറ്റ് അല്ല, ഒരു 30 മിനിറ്റ് നിങ്ങൾ മാർക്കറ്റിൽ നിർബന്ധമായി സ്പെൻഡ് ചെയ്യാം. അതായത് 1 hour ആണ് ഇതിന്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഒരു മണിക്കൂർ നിങ്ങൾക്ക് ഒരു മണിക്കൂറിൽ കൂടുതൽ നിങ്ങൾ ട്രേഡ് ഹോൾഡ് ചെയ്തുക മാക്സിമം. ആ ഒരു മണിക്കൂറിൽ പ്രോഫിറ്റ് ആയിക്കോട്ടെ ലോസ് ആയിക്കോട്ടെ അവിടുന്ന് നിങ്ങൾ എക്സിറ്റ് ആവണം. അതാണ് ട്രേഡിന്റെ റൂൾസ് വരുന്നതിന്റെ. അതായത് ആ ഒരു 1 hour, അത് ഏത് 1 hour നിങ്ങൾ ഇരുന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും അതിന്റെ ഒരു ആക്ഷൻ, ട്രേഡ് ആക്ഷൻ നിങ്ങൾക്ക് അതിൽ കിട്ടും. ഏത് 1 hour നിങ്ങൾക്ക് എന്താക്കാം മാർക്കറ്റിൽ ഇരിക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഒരു ഐഡിയ തന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇൻഡിവിജ്വൽ ട്രെയിനിങ് പോലെയല്ല, ഇത് ഗ്രൂപ്പായിട്ട് ട്രെയിനിങ് ആയതുകൊണ്ട് ഇതിൽ മേജറായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു സിസ്റ്റം. ആർക്കും ഇതിന്റെ ഫുള്ളി ബിഗിനറായ ആൾക്കാരില്ല. നിങ്ങൾ ഓൾറെഡി എന്ന് പറഞ്ഞാൽ ഇതായിട്ടൊന്ന് സിങ്ക് ചെയ്യുക. അതായത് ആരും റിയൽ മാർക്കറ്റിൽ ഓൺ ദി സ്പോട്ടിൽ തന്നെ അതായത് ഇത് എക്സ്പീരിയൻസ് ആരും ചെയ്തുകൂടാ. അതായത് നിങ്ങളിപ്പോ ഒരു പ്രൊഡക്റ്റ്, ഒരു ബൈക്കോ കാറോ എന്തെടുത്ത് കഴിഞ്ഞാലും ആദ്യം തന്നെ ആർക്കും അത് 100 കൊണ്ടുപോയി ഓടിക്കാൻ പറ്റൂല. അത് 20-ലും 30-ലും 40-ലും മെല്ലെ അത് എന്താക്കണം, അതിന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്തിട്ട് ആൾക്കാർ കൊണ്ടുവരുത്ത്. ഒറ്റയടിക്ക് ആൾക്കാർ അത് എന്താ പറയാ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ കൺട്രോൾ, അതിന്റെ കാര്യങ്ങളൊന്നും, അതിന്റെ അലൈൻമെന്റും കാര്യങ്ങളൊന്നും ആൾക്കാർക്ക് എന്താക്കൂല, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂല. അപ്പൊ അതേപോലെ തന്നെയാണ് ഇത്. നിങ്ങൾ ആദ്യത്തെ ഒരു 1 വീക്ക്, ഒരു 1 to 2 വീക്ക് എന്നാക്കണം നിങ്ങൾ ഡെമോയിൽ തന്നെ ഇതിൽ തന്നെ പേപ്പർ ട്രേഡ് കണക്ട് ചെയ്യുക. പേപ്പർ ട്രേഡ് കണക്ട് ചെയ്ത് ഇതിന്ന് കാര്യങ്ങൾ എന്താക്കുക, നിങ്ങൾ മനസ്സിലാക്കി മെല്ലെ കാര്യം ഇതായിട്ടൊന്ന് സിങ്ക് ചെയ്യുക. ഇതിലുള്ള അടുത്തൊരു ഡൗട്ടാണ് SL എങ്ങനെ വെക്കാം. TP ഇതിൽ വരുന്നുണ്ട്, ടാർഗറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. SL എങ്ങനെ വെക്കാന്നുള്ളത് ഇവിടെ കണ്ടോ. ഇവിടെ ഒരു സ്ട്രോങ് വന്നുകൂടെ എക്സിറ്റ് ആയിക്കോളാം. ഇവിടെ കൂടുതൽ സമയം പിന്നെ മാർക്കറ്റിൽ എന്താകണ്ട, ഹോൾഡ് ചെയ്യണ്ട, എക്സിറ്റ് ആയിക്കോളാം. അപ്പൊ ഇവിടെ എവിടെയാണ് SL വെക്കാന്ന് പറഞ്ഞാൽ 1:3 1:2 തന്നെയാണ്. അതായത് പറഞ്ഞാല് നഷ്ടം വന്ന 1 രൂപ, പ്രോഫിറ്റ് ആണെങ്കിൽ 3 രൂപ. അതായത് ആ രീതിയിൽ തന്നെ മാക്സിമം ട്രേഡ് കമ്മിറ്റ്മെന്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നിന്ന് എൻട്രി വന്ന ഇതിന്റെ നേരെ താഴത്തിന് SL, അതിൽ കൂടുതൽ അതിന്റെ മേലിലേക്കൊന്നുമില്ല. അപ്പൊ ഒരു SL ഞാനിപ്പോ ഞാൻ ചെറിയൊരു SL വെച്ച് കാണിച്ചു. ഇപ്പൊ ഇവിടുന്ന് നമുക്ക് എൻട്രി വന്നെന്ന് കൂട്ടാം. ഈ എൻട്രി ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ ടാർഗറ്റ് ഉള്ളത്. SL എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു പോയിന്റ് ഇതാണ് SL എന്ന് പറയുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ. ആ ക്യാൻഡിൽ നേരെ താഴെ അത് മതി. അവിടുന്ന് മാർക്കറ്റ് താഴേക്ക് വന്നാൽ പിന്നെ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് തന്നെയാണ്. പിന്നെ മാർക്കറ്റ് അവിടുന്ന് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് മേലേക്ക് പോകില്ല. അപ്പൊ അതാണ് SL ഏരിയ എന്ന് പറയുന്നത്. തന്നെയാണ് SL ഏരിയ. അതിൽ കൂടുതൽ SL ഏരിയ ഇല്ല. അപ്പൊ ഇനി നിങ്ങൾക്ക് ഓരോരുത്തരും, അതായത് ഇപ്പൊ നമ്മൾ ഏകദേശം നമ്മൾ ഇതിന്റെ ഒരു കാര്യങ്ങൾ ഇനി ഓരോരുത്തരും ഒന്ന് കൈകൊണ്ടിക്കുക. കാര്യങ്ങൾ നിങ്ങൾക്കുള്ള ഡൗട്ട് ഓരോരുത്തരും ചോദിക്കാം. അപ്പൊ ഓരോരുത്തരും ചോദിക്കുമ്പോൾ തന്നെ അതിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരും. ഓരോരുത്തരായിട്ട് ചോദിക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് കൈകൊണ്ടിക്കുക, കാര്യങ്ങൾ ചോദിക്കുക. ഓക്കെ, പ്രമോദ് ചോദിക്കാം. ഇതിനകത്ത് 2 ഇതില്ലേ? ഏതാ? അതായത് MHP പിന്നെ ഇന്റലിജൻസ് എന്ന് പറഞ്ഞ 2 കളമുണ്ട്. അല്ല, പ്രമോദ് പായിന്റത് അത് 2 കോളം. ഇത് ഒരൊറ്റ കോളത്തിൽ വന്നതേ ഉള്ളൂ. അത് പഴയ വെർഷനാണ്, ഇത് പുതിയ വെർഷനാണ്. ആ പ്രമോദ് ബായിക്ക് പുതിയ വെർഷന്റെ ആക്സസ് തരാം. 2 കോളാക്കി എല്ലാം ഒന്നൊരു കോളത്തിൽ വന്നു. അപ്പോ ചോദിക്കാം. ബാക്കിയുള്ളവർക്ക് നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ 1 by 1 ആയിട്ട് ചോദിക്കാം. അത് ക്ലിയർ ആക്കാൻ പറ്റുന്നതാണ് നമുക്ക്. അത് നിങ്ങൾ ചോദിക്കാം എന്താണെന്നുള്ളത്. ഓക്കെ,
ചോദിക്കാം. ഞാൻ നോർമൽ ഇപ്പൊ ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്ത് നോക്കിയപ്പോ നമ്മുടെ എക്സ്നെസ് ഇതിൽ എങ്ങനെ കണക്ട് ചെയ്യും? കാരണം ഞാൻ എക്സ്നെസ്സിലാണ് ട്രേഡ് എടുക്കുന്നതെന്ന് കരുതി. ഓക്കെ, അപ്പൊ ഇതിലുള്ള അടുത്ത ഒരു അതായത് XNS കണക്ഷൻ ചെയ്യാന്ന് പറയുന്നത് ഇതിലിപ്പോ നിങ്ങൾ ഇതിൽ കാണുന്ന ബ്രോക്കേഴ്സുമായി നേരിട്ട് കണക്ഷൻ ചെയ്യാം. ഇതിൽ കാണുന്ന ട്രേഡിംഗ് വ്യൂ ആയിട്ട് പാർട്ട്ണർഷിപ്പ് ഉള്ള ബ്രോക്കേഴ്സിനെയാണ് നമുക്ക് നേരിട്ട് എന്താക്കാൻ പറ്റല്, കണക്ട് ചെയ്യാൻ പറ്റല്. ബാക്കിയുള്ള ഇതിൽ കാണുന്ന ഈ ബ്രോക്കേഴ്സ് ഒക്കെ നമുക്ക് നേരിട്ട് കണക്ഷൻ ചെയ്യാം, നേരിട്ട് തന്നെ കണക്ട് ചെയ്യുള്ളൂ. ബാക്കിയുള്ള നിങ്ങൾ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ട്രേഡ് അതായത് ചാർട്ട് ഇവിടെ അനലൈസ് ചെയ്യുക, ട്രേഡ് അവർ എടുക്കാം. അതാണ് സെയിം. അതായത് നിങ്ങൾ ചാർട്ട് ഇവിടെ നോക്കാം, എവിടെയാണ് എൻട്രി വരുന്നത്, എൻട്രി കറക്റ്റ് വരും. ആ എൻട്രിയിൽ അവിടുത്തെ എൻട്രി എടുക്കാം, മാർക്കറ്റിൽ തന്നെ എൻട്രി എടുക്കാം. ഇപ്പൊ ഇവിടെ ജസ്റ്റ് ഡെമോടെ കാണിച്ചിട്ട് ഇപ്പൊ ഇവിടെ നമുക്ക് എൻട്രി വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് തന്നെ എൻട്രി എടുക്കാം. മാർക്കറ്റിൽ തന്നെ എന്താക്കാരും ബൈ എൻട്രി മാർക്കറ്റിൽ തന്നെ കൊടുക്കാം, ഒന്നും നോക്കണ്ട, മാർക്കറ്റിൽ തന്നെ എൻട്രി എടുക്കാം. SL അവിടെ കീപ്പ് ചെയ്യുക, ഇത്ര SL കീപ്പ് ചെയ്യണ്ട, അതിൽ കൂടുതൽ വാങ്ങുക. SL അവിടെ കീപ്പ് ചെയ്യുക, ടാർജറ്റ് ഇവിടെ കീപ്പ് ചെയ്യുക, അവിടെ നിന്നാക്കുക കൺഫേം കൊടുക്കുക, അത്രയും വേണ്ടു. അതായത് അവിടെ നിൽക്കുക. അതായത് ലോസ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ, 1:3 അത് മതി. അതായത് ലോസ് എപ്പോഴും 1 മതി. ഇത് ഇവിടെ കണ്ട ലൈവായിട്ട് INST എക്സിറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടൽ ബയേഴ്സ് എക്സിറ്റ് ആയിട്ടുണ്ട്. മാർക്കറ്റ് ഇപ്പോഴും ഡൗൺ ട്രെൻഡിലേക്ക് വരും, വെയിൽ ആക്ട് എന്നായി അഗ്രസീവ് ആയി. അപ്പൊ ഇതൊക്കെ വരുന്നതിന് മുന്നേ ഇവിടെ എക്സിറ്റ് ആകാൻ പറഞ്ഞിട്ടുണ്ട് നമ്മള്. ഈ ഒരു സാധനം ഹലോ നമ്മൾ HTP ട്രെൻഡില് 15 മിനിറ്റ് കാണിക്കുന്നുണ്ടാവും. നമ്മ 15 മിനിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ പറയും പിന്നെ 1 അവർ ചെക്ക് ചെയ്യാം. 1 അവർ ചെക്ക് ചെയ്യുമ്പോൾ പറയും 4 അവർ ചെക്ക് ചെയ്യാം. 4 അവർ ചെക്ക് ചെയ്യുമ്പോൾ 12 അവർ ചെക്ക് ചെയ്യാം. ഓക്കെ, അതിന്റെ ക്ലാരിറ്റി ഞാൻ തരാം. അതായത് നമ്മൾ ഇതിൽ ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ സ്കാൽപ്പിംഗ് 5 മിനിറ്റിലാണ് ഇതിൽ ട്രേഡ് ചെയ്യേണ്ടത്. നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത് 5 മിനിറ്റ് ചെയ്യുന്നവർക്ക് നോക്കേണ്ടത് 2 ഇതാണ്, 5 മിനിറ്റും 50 മിനിറ്റും. അതിൽ രണ്ടിലും മാത്രം അലൈൻഡായാൽ മതി. അത് ഞാൻ ആദ്യം പറഞ്ഞത്. 5 മിനിറ്റിൽ ട്രേഡ് എടുക്കേണ്ടവർ നോക്കേണ്ടത് 5 മിനിറ്റും 50 മിനിറ്റും ആണ്. 50 മിനിറ്റിൽ ട്രേഡ് എടുക്കുന്നവർ നോക്കേണ്ടത് 50 മിനിറ്റും 1 അവറും ആണ്. 1 അവറിൽ ട്രേഡ് എടുക്കുന്നവർ നോക്കേണ്ടത് 1 അവറും 4 അവർ ആണ്. അതിനാണ് ഓരോരു മാർക്കറ്റ് ആ ടൈം സോൺ ഇവിടെ കാണിച്ചു തരുന്നത്. നമുക്ക് ഈസി ആക്കാനാണ് ഏതൊക്കെ ടൈം സോൺ ആണ്. 5 മിനിറ്റിൽ എടുക്കുന്നവർ നോക്കേണ്ടത് 5 മിനിറ്റും 50 മിനിറ്റും. ഈ 2 ടൈം അലൈൻഡ് ആയാൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങളിപ്പോ ഒരു 1 അവർ എടുക്കുന്നവർ 1 അവർ 50 മിനിറ്റ് ടൈം ഫ്രെയിം നോക്കുന്നവർ 15 മിനിറ്റ് 1 അലൈൻഡ് ആവണം. നോർമലി ഈ ഇൻഡിക്കേറ്റർ ബെസ്റ്റ് ഫോർ 5 മിനിറ്റ്സ് ആണോ അതോ 15 മിനിറ്റ്സ് ആണോ? 5 മിനിറ്റ് ആണ്. 5 മിനിറ്റ് സ്കാൽപ്പിംഗ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി 1 അവർ നോക്കുന്നത് നോക്കാം, കുഴപ്പം 15 മിനിറ്റിലോ കാര്യം ഓക്കെയാണ്. ടൈം എടുക്കുന്നേ ഉള്ളൂ, കംപ്ലീറ്റ് ആണ്. സ്കാൽപ്പിംഗിന് ഞങ്ങൾ പറയുന്നത് 5 മിനിറ്റ് ആണ്. സ്കാൽപ്പേഴ്സിന് 5 മിനിറ്റ് ആണ്. Z സ്കോർ എന്ന് പറയുന്നത് മാർക്കറ്റിൽ ഇപ്പം അതിന്റെ ഒരു എന്താ പറയാ, അതിന്റെ ഒരു ഇപ്പൊ ബുള്ളിഷ് ആണ് മാർക്കറ്റ്. ബുള്ളിഷിലും Z സ്കോർ മൈനസിലാണെങ്കിൽ അതിന്റെ അർത്ഥം ബിയറിഷ് ആണ്. അതായത് ഒരു ബിയർ പ്രഷർ ആണ് മാർക്കറ്റിൽ, രണ്ടും പോസിറ്റീവ് ആണ്. ഇവിടെ കണ്ടോ, ഇവിടെ ബുള്ളിഷ് ആണ്. Z സ്കോർ എന്താണ്, പ്ലസിലേക്കാണ് പോകുന്നത്. പ്ലസ് ഐ ആണ്. ഇപ്പം ബുള്ളിഷ് ആണ് അവിടെ എന്നുള്ളത്, ഫുൾ പാറ്റേൺ ആണ് അവിടെ ഉള്ളത്. അവിടെ നേരെ എന്നാവും, അവിടെ ബുള്ളിഷ് താഴെ എന്നാവും, Z സ്കോർ മൈനസിന് കൊടുക്കും. അപ്പൊ എന്നായിക്കൂടാ, ഇതിന്റെ അർത്ഥം അവിടെ ഒരു ബിയർ എൻട്രി ആയിട്ടുണ്ട്, താഴേക്കുള്ള പ്രഷർ അവിടെ എൻട്രി ആയിട്ടുണ്ട്. മൈനസ് വന്നു കഴിഞ്ഞാൽ നല്ലതായിട്ട്. അതായത് നമ്മൾ അതിനെയാണ് നിങ്ങൾ എപ്പോഴും നോക്കേണ്ടത്. സിമ്പിൾ മെത്തേഡിൽ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഇത് കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ നോക്കേണ്ടത് ഇത് കണ്ടോ, ഇവിടെ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ. ഇവിടെ Z സ്കോറിന് നമ്മൾ കൊടുത്തത് എത്രയാണ് നിങ്ങൾ നോക്കാം. Z സ്കോർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, റിസ്ക് സ്കോർ, Z സ്കോറിന് നമുക്ക് അത്ര എന്നില്ല. ഇതിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് എന്തൊക്കെയാണുള്ളത്, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാം. ആ കാര്യത്തിൽ മാറ്റം വരുമ്പോൾ അലേർട്ട് ആകാം. മേജർ പോയിന്റുകളിൽ മാറ്റം വരുന്ന സമയം എന്നാവാം, അലേർട്ട് ആവാം. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ
അപ്പൊ ഇതിപ്പോ ഇന്നും നാളെ ഓരോ ദിവസം കൊണ്ട് ഇപ്പൊ ആൾക്കാർ നമ്മൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം ഇപ്പൊ ആ കാര്യങ്ങൾ റിയൽ മാർക്കറ്റിൽ പ്രാക്ടീസ് ചെയ്യാണ്ട് ഡെമോയിൽ ഇവിടെ കണ്ട ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലോഗിങ് ഇവിടെ വന്നു അടുത്തൊരു ഓപ്ഷൻ എൻട്രി ഓപ്ഷൻ വന്നതാണ് കേട്ടോ ST എൻട്രി എന്ന് പറഞ്ഞിട്ട് വന്നു അടുത്തൊരു എൻട്രി വന്നു ഇവിടെ ലൈവായിട്ടാണ് അടുത്തല്ലേ ഇവിടെ എൻട്രി ആവിടെ എന്തുകൊണ്ട് അവിടെ എൻട്രി വന്നുകൂടാ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലോഗിങ് ആയിട്ട് മാർക്കറ്റിൽ മാർക്കറ്റ് ലോഗിങ് ആയി ചാർട്ട് നോക്കാം ഇവിടെ എൻട്രി വന്നു അപ്പൊ അങ്ങനെ എൻട്രി വന്നു കഴിഞ്ഞാൽ അവിടെ മാർക്കറ്റിൽ തന്നെ എൻട്രി ആവാം നിങ്ങൾക്ക് അവിടെ മാർക്കറ്റിൽ തന്നെ എൻട്രി ആവാം മാർക്കറ്റിൽ എന്റെ ഇവിടെ ടാർഗറ്റ് ഇത്രയേ ഉള്ളൂ ടാർഗറ്റിൽ നിൽക്കാം SL പോയിന്റ് ഇവിടെ നിൽക്കാം ഈ കാര്യങ്ങളൊക്കെ എന്നാക്ക കാര്യങ്ങൾ കൺഫേം രീതിയിൽ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം കാര്യങ്ങൾ ചെയ്യുന്ന സമയം മാർക്കറ്റിൽ തന്നെ എന്നാക്കാം ഒരു 1 hour സ്പെൻഡ് ചെയ്യുക അതിൽ കൂടുതൽ നിങ്ങൾ മാർക്കറ്റിൽ മാക്സിമം 1 hour 1 hourൽ കിട്ടുന്ന ട്രേഡ്സ് മാത്രം കമ്മിറ്റ്മെന്റ് ചെയ്യുക എല്ലാ ട്രേഡും നമ്മളെ കൊണ്ട് എടുക്കുക നമ്മൾ അറ്റൻഡ് ചെയ്യാന്നുള്ളതാണ് 1 hourൽ എന്താണ് നിങ്ങൾക്ക് അവിടെ ആക്ടിവിറ്റികൾ എടുക്കുക അപ്പൊ അതുമായി സിങ്ക് ചെയ്യുന്ന ടൈമാണ് നിങ്ങൾ എടുക്കല് സാധാരണ ഇപ്പൊ 3 മാർക്കറ്റിന്റെ കാര്യങ്ങൾ അവിടെ നിന്ന് അതായത് സിങ്ക് ചെയ്യാം അതിനൊരു ടൈമാണ് ഇന്നെ നിങ്ങൾക്ക് അതിൽ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റൂല പഠിക്കാനുണ്ട് ഇതിന് വരുന്ന ഓരോ സാധനം മനസ്സിലാക്കാനുണ്ട് അതിലെ ടൈം കൊടുക്കാന്നുള്ളതാണ് നമ്മൾ ഈ സ്ട്രോങ് സ്ട്രോങ് ബൈ വന്നിട്ട് ST എൻട്രി വന്നു കഴിഞ്ഞാൽ അവിടെ കൺഫേം എൻട്രി എടുക്കാം അതായത് അത് അത്രയും കൺഫേമുള്ള എൻട്രിക്കാണ് ഒരു ഡബിൾ കൺഫർമേഷൻ ആണ് STA എൻട്രി വരുന്നിടത്ത് STA എക്സിറ്റും വരും STA എൻട്രി വന്നാൽ അവിടെ എന്താവും അത് ഞങ്ങൾ തരുന്ന ഒരു കൺഫർമേഷൻ കൂടിയാണ് അതായത് അത്രയും കൺഫേമുള്ള എൻട്രിയിലാണ് STA എൻട്രി STA എക്സിറ്റ് ഉണ്ടാവും നിങ്ങൾക്ക് അവിടെ ഇവിടെ നോക്കിയാൽ തിരിയും STA എൻട്രി വന്ന ഏരിയയിൽ STA എൻട്രി വന്ന് STA എക്സിറ്റ് കൊടുത്തു അതായത് അത് ആദ്യത്തെ എൻട്രി ആ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് ഇതാ ഇവിടെ ഇവിടെ നോക്കിയാൽ തിരിയും ഇവിടെ STA എൻട്രി വന്നു STA എക്സിറ്റ് ഇവിടെ കൊടുത്തു ഇവിടെ കൺഫേംഡ് ബൈ വന്നു കൊണ്ട് STA എൻട്രി വന്നു ഏതാ നിങ്ങൾ ഏതാണ് ചാർട്ട് ഏതാണ് ക്ലിയർ ആകുന്നില്ല ഞാൻ ട്രേഡിംഗ് വ്യൂല് ഓവാന്റെ ആപ്പാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് അതെ അതെ ആ അതായത് അതെ STA എൻറ്റർ STA എക്സിറ്റ് അതായത് STA എൻറ്റർ STA എക്സിറ്റ് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ അല്ല ഞാൻ പറയുന്നത് ഇപ്പൊ പ്രീവിയസ് കാണിക്കുന്നുണ്ട് പക്ഷെ ഇപ്പൊ നിലവിൽ ഇപ്പൊ പറഞ്ഞില്ല ഇപ്പൊ STA എൻട്രി വന്നിട്ടുണ്ട് അത് ഇതിൽ വന്നിട്ടില്ല ഇപ്പൊ STA എൻട്രി വന്നിട്ടില്ല ഞാൻ പ്രീവിയസ് ആണ് പറഞ്ഞത് ആ ഓക്കെ 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 ഞാൻ പ്രീവിയസ് ആണ് പറഞ്ഞത് STA എൻട്രി ഓക്കെ 1 hour ഒക്കെ പ്രീവിയസ് ആണ് കാണിക്കുന്നുണ്ട് കോൺഫ്ലിക്റ്റ് ബാക്കിയൊക്കെ ഗ്രീൻ ആണ് കാണിക്കുന്നത് അപ്പം ബൈ ഓർഡർ എടുക്കാൻ പറ്റുമോ ഇപ്പൊ എന്തെന്ന് ഇംഗ്ലീഷ് കാണിക്കുന്നത് ട്രെൻഡ് കോൺഫ്ലിക്റ്റ് ആയല്ലോ കോൺഫ്ലിക്റ്റ് ആണുള്ളത് അലൈൻമെന്റ് അല്ല അതായത് ട്രെൻഡ് അലൈൻഡ് അല്ലെങ്കിലാണ് അതായത് നിങ്ങൾ എന്ത് ചെക്ക് ചെയ്യുക എൻട്രി എടുക്കാൻ പറ്റും പറ്റാത്ത സിറ്റുവേഷൻ ഒന്നുമില്ല എൻട്രി എടുക്കാം ഓക്കെ ഇവിടെ എൻട്രി എടുത്ത് കഴിഞ്ഞാല് അതായത് പറഞ്ഞില്ലേ അതായത് ഇതൊക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എൻട്രി ഞാൻ ആദ്യം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എടുക്കാൻ പറയൂല അതായത് നമ്മൾ എപ്പോഴും റൂൾസ് ഫോളോ ചെയ്യാം ഇതൊക്കെ നമുക്ക് എടുക്കാം നമുക്ക് ഇതിലിപ്പോ ചെറിയ മിസ്റ്റേക്ക് അതായത് ഇപ്പൊ ഇതിൽ നമുക്ക് ഇപ്പൊ 80% മതി ഇപ്പൊ അലയന്റിന് നമ്മൾ കാര്യങ്ങൾ എന്താണ് അതായത് 60% പോയിന്റ് ആണ് അലയന്റിന് പോകുന്നത്
മിനിറ്റില് ബേറിഷാ വരുന്നത്. 60 മിനിറ്റിൽ ബേറിഷാണ്. അവിടെ കോൺഫ്ലിക്റ്റ് ആണ്. അതായത് ട്രെൻഡ്, അതായത് ശരിക്കും അലൈൻഡ് അല്ലാതെ സമയം എടുക്കാതിരിക്കാൻ തന്നെയാണ്. അതന്നെയാണ് പഠിപ്പിക്കുന്നത്. ഏരോമാർക്ക് ബൈക്കിന്റെ പോകുന്നുണ്ട്. അതാണ് അതാണ് ഈ ബൈയില് പോകുന്ന നമ്മൾ പറഞ്ഞ, അതായത് ഇത് റിസ്ക് എടുത്തുകൊണ്ട് എടുക്കുന്ന ഒരു ഏരിയ ഉണ്ട്. 50-50 റിസ്ക് എല്ലാം എടുക്കാം. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് എല്ലാ ട്രേഡ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് സ്റ്റാർട്ടിങ് തന്നെ എല്ലാ ട്രേഡ് അറ്റംപ്റ്റ് ചെയ്തുകൂടാ. സ്റ്റാർട്ടിങ് ഇവിടുന്ന ട്രേഡ് ഒഴിവാക്കുന്ന ട്രേഡ് ഒഴിവാക്കാം. നമുക്ക് ഒഴിവാക്കുന്ന ട്രേഡ് ഒഴിവാക്കി പോവാം. നമുക്ക് വേണ്ടത് മാത്രം എടുക്കാം. എല്ലാം കയറിയത് നമ്മൾ നേരത്തെ എടുത്ത ട്രേഡാണ്. ഇവിടെ ST എൻട്രി വന്നിട്ട് എടുത്തതാണ്. അത് എന്ത് ധൈര്യത്തിൽ എടുത്തുള്ളത് നമ്മൾ കണ്ടതാണ്. ഇപ്പൊ 50-50 ആണ്. ഇവിടെ ഇപ്പൊ റിസ്ക് സ്കോർ 50-50 ആയി. 50%. ഇവിടുന്ന് എക്സിറ്റ് പ്രഷർ 62% കാണിക്കുന്നുണ്ട്. ബുള്ളിഷ് ഇതിപ്പോ കണ്ട മാർക്കറ്റ് അതന്നെ. നമ്മളിപ്പോ തീരത്തിന് നേരത്തെ എടുത്തതാണ് ലൈവ്. ഇവിടുന്ന് എടുത്തതാണ്. ഈ ഏരിയയിൽ നിന്ന് ST എൻട്രി വന്ന് എടുത്തു വേണ്ടു. പുള്ളി എന്താണ് പോസിറ്റീവ് ആണ്. പക്ഷെ ഇവിടെ റിസ്ക് സ്കോർ കണ്ടു 50-50 ആയി. 10/5 ആണ്. അപ്പൊ ഇവിടുന്ന് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് മാർക്കറ്റ് ഓക്കെയാണ്. കംപ്ലീറ്റ് ആവും. 1:10 അല്ലേ കാണിക്കുന്നത് റിസ്ക് സ്കോർ? 1:10 ഇവിടെ ഇപ്പൊ എന്തായി? ഇപ്പൊ ഇത് കണ്ടോ, എത്തീരത്തിൽ കണ്ടോ? ഞാൻ എത്തീരാണ് കാണിച്ചത്. എത്തീരത്തിൽ 5/10 ആണ്. ഗോൾഡ് ചാർട്ടാ നോക്കുന്നത്. ഗോൾഡിലുള്ള തന്നെയാണ്. പക്ഷെ 1/10 തന്നെയാണ്. 10/1 തന്നെയാണ്. പക്ഷെ എന്താണ്, ട്രെൻഡ് കോൺഫ്ലിക്റ്റ് ആണ്. അതാണ് മേജർ പ്രശ്നം. ട്രെൻഡ് അലൈൻഡ് ആണെങ്കിൽ ബാക്കിയൊന്നും പ്രശ്നമല്ല. നമുക്ക് കാര്യങ്ങളൊക്കെ വന്നാൽ പ്രശ്നമല്ല. ട്രെൻഡ് എപ്പോഴും ആവണം. ഇനിയിപ്പോ ഇവിടുന്ന് കുറച്ച് ഇവിടെ എത്തുമ്പോ ട്രെൻഡ് അലൈൻഡ് ആവുന്നുണ്ടെങ്കിൽ അവിടുന്ന് കയറിക്കും. ഇപ്പോൾ TP 1-ലെത്താനാകുമ്പോ ട്രെൻഡ് അലൈനായി കഴിഞ്ഞാൽ വേറെ നോക്കേണ്ട ആവശ്യമില്ല. ഇല്ല. എന്നെ TP 1-ലെത്താനാകുമ്പോ ട്രെൻഡ് അലൈൻഡ് ആണ് കയറിക്കും. ട്രെൻഡ് അലൈൻഡ് വെച്ചാല് നിങ്ങളോട് ഒരാൾ പറയാണ് ഇത്രയും ആലോചിച്ചാൽ മതി. ഒരാൾ നിങ്ങളോട് നേരെ പോകാൻ പറയുന്ന, ഒരാൾ ബാക്കോട്ട് പോകാൻ പറയുന്നത്. നിങ്ങൾ എപ്പോഴും കിട്ടണം. അതാണ് അത് നമുക്ക് ഇനി TP 1 എത്തുമ്പോ ആയിരിക്കും അലൈൻഡ് കിട്ടുന്നത്. അവിടുത്തെ എൻട്രി ആവും. സ്പോട്ടിൽ എൻട്രി ആവും. ഒരു പ്രശ്നമില്ല. ചില ചെറിയ പ്രോഫിറ്റ് കുറച്ച് കിട്ടുന്നേ ഉള്ളൂ. അതായത് TP 1 എത്തിയാലും TP 1-3 വരെ ഒരു കുഴപ്പമില്ല. നമുക്ക് ലോസ് കൂടുതൽ വരാതെ നോക്കാന്നല്ല. ഈ ലോസ് വരാന്നുള്ളത് നിങ്ങളൊരു കാര്യം മാത്രം ഫോളോ ചെയ്യുക. അതായത് 1/3 റിസ്ക് 1 വന്നോളും, പ്രോഫിറ്റ് 3. അതായത് റിസ്ക് 1 എല്ലാ ട്രേഡിലും റിസ്ക് 1. പ്രോഫിറ്റ് നിങ്ങൾക്ക് അതെന്നാക്കാം. അതിൽ കൊടുക്കുന്നത് ഇതിപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഇപ്പൊ ഒരു 1/3, അതായത് റിസ്ക് എപ്പോഴും നിങ്ങൾ മാക്സിമം ട്രേഡ് കമ്മിറ്റ്മെന്റ് ചെയ്യാൻ നോക്കുക എല്ലാവരും. അതായത് അതല്ലാതെ ഒരു ട്രേഡിൽ $10 ലോസ്, അടുത്ത ട്രേഡിൽ $15 SL വെക്കും, ഒരു ട്രേഡിൽ $20 SL വെക്കും. അതല്ല കാര്യം. നിങ്ങൾ ഒരു മാസത്തേക്ക് എടുക്കുന്ന ട്രേഡിൽ ഒറ്റ SL എല്ലാ മാസം അത് സെറ്റ് ചെയ്ത് പോയാല്, അതായത് $100 ഒരു $5 SL കീപ്പ് ചെയ്താല് നിങ്ങൾക്ക് എത്ര ട്രേഡ് കിട്ടും? 20 അറ്റംപ്റ്റ് ചെയ്യാം. 20 ദിവസം ട്രേഡ് എടുക്കാം. ഒരു ദിവസം ഒരു ട്രേഡ് വെച്ചാണെങ്കിൽ ഇനി നിങ്ങൾക്ക് പ്രോഫിറ്റ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ക്യാപിറ്റൽ നഷ്ടപ്പെടൂല. ആ ഒരു മാസം പ്രോഫിറ്റ് ഇല്ലാന്നേ ഉള്ളൂ, ക്യാപിറ്റൽ ഉണ്ടാവും. ലോസിലേക്ക് പോകും. ഇനി നിങ്ങൾ ആ ഒരു മാസം ആ 20 ട്രേഡിൽ ഒരു 10 നിങ്ങൾക്ക് 20 ലോസ് വരൂല. എന്തായാലും 10 കിട്ടിയാൽ പോരെ. അപ്പൊ ആ കാര്യങ്ങൾ ആ രീതിയിൽ 1:2, അതായത് 1:2 എടുക്കുക, 1:3 എടുക്കുക, 1:4, 1:5 വരെ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ ലോസ് 1 ആവണം. അത് ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് പ്രശ്നം വരില്ല. അതായത് ഒരു ദിവസം എത്ര എൻട്രി വേണമെങ്കിലും കമ്മിറ്റ്മെന്റ് ചെയ്യാം. ഒരു ദിവസം നിങ്ങൾക്ക് എത്ര എൻട്രി വേണമെങ്കിലും നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് ചെയ്യാൻ പറ്റും. അതാണ് നിങ്ങൾ നമ്പർ 1 ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ചാർട്ട് ഞാൻ അയച്ചു തരും. അത് കിട്ടാത്തവര് നിങ്ങളെ കണക്ട് ചെയ്ത ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഒന്ന് കണക്ട് ചെയ്യുക. അതായത് ഇതില് ബേസിക് ആയിട്ടുള്ള എല്ലാ വേണ്ടപ്പെട്ട കാര്യങ്ങളും ആ ചാർട്ടില് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ചാർട്ടിൽ നമ്മൾ കാര്യങ്ങൾ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ചാർട്ട് ഒന്ന് ഫോളോ ചെയ്യാം. ചാർട്ടിനൊന്ന് ഫോളോ ചെയ്യുക. ഇതിൽ കാര്യങ്ങൾ മെയിൻ ആയിട്ട് കൊടുക്കേണ്ട കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അതിന്റെ കാര്യങ്ങൾ ഓക്കെ ആവും.
പിന്നെ നിങ്ങൾ എന്താക്കാം, ഒന്ന് വാച്ച് ചെയ്യുക, കാര്യങ്ങളൊന്ന് വാച്ച് ചെയ്ത് കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് നിങ്ങൾക്ക് അതിന്റെ ഐഡിയ നിങ്ങളൊന്ന് ടൈം കൊടുത്താൽ സ്പെൻഡിങ് ടൈം ഒന്ന് കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഓപ്ഷൻസ് ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ തന്നെ ഓപ്ഷൻസ് ചെയ്യുക. അത് ഞാൻ കാണിച്ചു തരാം. ഇന്ത്യൻ മാർക്കറ്റിൽ ഓപ്ഷൻസ് ഒക്കെ ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ ഓപ്ഷൻസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഓപ്ഷൻസ് നല്ല രീതിയിൽ ഓപ്ഷൻസിന്റെ കാര്യങ്ങൾ ഓപ്ഷൻസ് മാർക്കറ്റ് ചെയ്യാം. നല്ലൊരു കിട്ടിയില്ലെങ്കിൽ നോക്കാം. മാർക്കറ്റ് നാളത്തെ മാർക്കറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഓൾ മാർക്കറ്റ് കാണിച്ചു തരാം, എല്ലാ മാർക്കറ്റും ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ ചോദിക്കാം, ഡൗട്ടുകൾ ചോദിക്കാം. നമ്മൾ 26 ആൾക്കാർ നമ്മൾ ലൈനിലുണ്ട്, ഡൗട്ടുകൾ ചോദിക്കാം. ഹലോ, ഒരു ഡൗട്ട് ഞാനേ ഗോൾഡില് ഹലോ ഞാനേ ഗോൾഡിൽ എൻട്രി നമുക്ക് കൺഫർമേഷൻ ഇതിലേക്ക് കിട്ടുന്ന എമൗണ്ടും നമ്മൾക്ക് നമ്മൾ എടുക്കാൻ നേരത്തെ ആ ഇത് കഴിഞ്ഞിട്ടുണ്ടാവും. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഒരു 4200 ഗോൾഡിൽ എൻട്രി എടുക്കാൻ ഇതിൽ കാണിക്കണമെങ്കിൽ നമ്മൾ നോക്കാൻ നേരത്ത് ആ അറ്റ് എ ടൈം ചിലപ്പോ 2205 10 ആയിട്ടുണ്ടാവും. മനസ്സിലായി. അതായത് നിങ്ങൾക്ക് ഇത് സ്കാൽപ്പിംഗ് ആണ്. ഇവിടെ നിങ്ങൾ റീറ്റെയിൽ ട്രേഡേഴ്സിന്റെ കൂടെ അല്ല ട്രേഡ് ചെയ്യുന്നത്.